ക്രിക്കറ്റ് കോച്ച് മനു കേരളം നടുങ്ങിയ പീഡന പരമ്പരയിലെ ഒരേയൊരു കുറ്റവാളിയാണ്. ആസൂത്രണം ചെയ്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇരുട്ടിലേക്ക് തള്ളിയിട്ട നരാധമൻ. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 6 ബലാത്സംഗ കേസുകൾ. 4 കേസുകൾ വിചാരണാഘട്ടത്തിൽ. ഒരു കേസിൽ ശിക്ഷ അനുഭവിക്കുന്നു. രണ്ടാമത്തെ കേസിൽ 35 വർഷത്തെ കഠിന തടവും 65,000 രൂപ പിഴയും ശിക്ഷ. ആദ്യ കേസിലെ ശിക്ഷാ കാലാവധിക്ക് ശേഷം മാത്രമേ ഈ കേസിലെ ശിക്ഷ തുടങ്ങുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ശിഷ്ടകാലം കാരാഗൃഹവാസം. ഒപ്പം 3-ാം കേസിൽ മനു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിട്ടുമുണ്ട്. ഏറെ പ്രതീക്ഷകളുമായി ക്രിക്കറ്റ് മൈതാനത്ത് ചരിത്രം സൃഷ്ടിക്കണമെന്ന സ്വപ്നവുമായി തിരുവനന്തപുരത്തെ കോച്ചിംഗ് സെന്ററിൽ പരിശീലനത്തിനെത്തിയ ഒരുപറ്റം വിദ്യാർത്ഥികളുടെ മോഹങ്ങളെ തച്ചുടച്ച് അവരെ പിച്ചിച്ചീന്തിയ നരാധമന് കാലം എണ്ണി ശിക്ഷ വിധിക്കുകയാണ്. ക്രിക്കറ്റ് കോച്ചിങ്ങിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലാണ് ക്രിക്കറ്റ് കോച്ചായ പ്രതി വള്ളക്കടവ് ശ്രീവരാഹം സ്വദേശി മനു എമ്മിനെ കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷ വിധിക്കുന്നത്. പ്രതിക്കെതിരെ 6 പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ 4 കേസുകളുടെ വിചാരണ പൂർത്തിയായി. ഇതിൽ രണ്ടാമത്തെ കേസിലാണ് 35 വർഷം കഠിന തടവും 66,000 രൂപ പിഴയും. പിഴ ഒടുക്കാത്ത പക്ഷം 6 വർഷം 9 മാസം അധിക തടവും തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി അഞ്ജു മീര ബിർള വിധിച്ചത്. തിരുവനന്തപുരത്തെ പ്രമുഖ കോച്ചിംഗ് സെന്ററിൽ പ്രതി മനു കോച്ചായി ജോലി ചെയ്യവേ 2018-ലാണ് പരാതിക്കാരിയായ പെൺകുട്ടി പരിശീലനത്തിനായി ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നത്. പരിശീലനം തുടങ്ങി കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ പ്രതിയുടെ കഴുകൻ കണ്ണുകൾ ഈ പെൺകുട്ടിക്ക് മേൽ പതിഞ്ഞു. പിന്നീട് കുട്ടിയെ പരിശീലനത്തിനെന്ന വ്യാജേനെ ജിമ്മിലേക്കും അവിടുത്തെ വിവിധ ബാത്റൂമുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു. ഇതുകൂടാതെ കുട്ടിയുടെ നഗ്ന ഫോട്ടോയും വീഡിയോയും പ്രതി എടുക്കുകയും മറ്റൊരു കേസിലെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി ഈ കേസിലെ അതിജീവിതയുടെ നഗ്ന വീഡിയോ എടുപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, പ്രതിയുടെ ഇഷ്ടത്തിന് വഴങ്ങാതിരുന്ന പെൺകുട്ടിക്ക് പ്രതി പിന്നീട് ശരിയായ കോച്ചിംഗ് കൊടുക്കാതെയുമായി. ഇതിനാൽ 2019-ൽ കുട്ടി കോച്ചിങ്ങിനായി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കുട്ടിയുടെ ക്രിക്കറ്റ് ഭാവി തകർത്തു കളയുമെന്ന പ്രതിയുടെ ഭീഷണിയെ ഭയന്ന് കുട്ടി ഈ വിവരം പുറത്താരോടും പറഞ്ഞില്ല. ഈ പെൺകുട്ടിയെ കൂടാതെ കോച്ചിങ്ങിനെത്തിയ മറ്റ് 5 പെൺകുട്ടികളെയും ഇയാൾ ക്രൂരമായി മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. പീഡനത്തിൽ മനംനൊന്ത് മറ്റു കുട്ടികളും മറ്റു സ്ഥലങ്ങളിലേക്ക് കോച്ചിങ്ങിന് പോയി. ഇവരും പ്രതിയെ ഭയന്ന് സംഭവം പുറത്തു പറഞ്ഞില്ല. 2024-ൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടൂർണമെന്റാണ് ഈ കേസിൽ വഴിത്തിരിവാകുന്നത്. പീഡനത്തിനിരയായ ഒരു പെൺകുട്ടി പ്രതിയെ ഇതേ ഇടത്ത് വെച്ച് കണ്ടു. തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന വെറുക്കുന്ന ആ വ്യക്തിയെ കണ്ട പെൺകുട്ടി ഭയന്ന് നിലവിളിച്ച് ബോധരഹിതയായി വീണു. ഈ കുട്ടിയുടെ പരാതി പുറത്തറിഞ്ഞതോടെയാണ് മറ്റു കുട്ടികൾക്കും കേസ് നൽകാനുള്ള ധൈര്യം ലഭിക്കുന്നത്. തുടർന്ന് ഇയാൾക്ക്